ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബി എന്ന വാക്കിന്റെ യൂസേജസ് ആണ്. ബി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ് ബീൻ എന്നുള്ളതും. ബീൻ എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്കും അതുപോലെ തന്നെ ഗ്രാമറിലൊക്കെ നല്ല കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻസിനും വളരെ ഉപയോഗമുള്ള ക്ലാസ് ആണ്. നിങ്ങൾ ഈ ക്ലാസ് മുഴുവനും കണ്ടു നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് യൂസേജസ് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു നോട്ട്ബുക്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ സന്ദർശിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, അതിന് പകരം നമുക്ക് ബീൻ യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പൊതുവെ ഞാൻ പറയാണ്, ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിന് നമ്മൾ പൊതുവേ പറയുന്നത് ഐ ഹാവ് ഗോൺ ടു ഡൽഹി അല്ലെങ്കിൽ ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി എന്നാണ്. അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ഈ ഗോൺ അല്ലെങ്കിൽ വിസിറ്റഡ് എന്നുള്ള വാക്ക് എടുത്ത് മാറ്റിയിട്ട് ഐ ഹാവ് ബീൻ ടു ഡൽഹി എന്ന് പറയുന്നതാണ്. സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്, അതായത് സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. ഇനി വേറൊരു സെന്റൻസ് നമുക്ക് നോക്കാം. അവൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്. അവൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഹി ഹാസ് ബീൻ ടു ചെന്നൈ എന്ന് പറയാം. ഹി ഹാസ് ബീൻ ടു ചെന്നൈ. അതായത് ഇവിടെ ഹി ഹാസ് ഗോൺ എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ഹി ഹാസ് വിസിറ്റഡ് എന്ന് പറയുന്നതിനോ പകരം ഞാൻ ഹി ഹാസ് ബീൻ ടു ചെന്നൈ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് പോയിട്ടുണ്ട് എന്നുള്ളതിന് പകരം നമുക്ക് ബീൻ യൂസ് ചെയ്യാം എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ യൂസേജ് വരുന്നത് ഒരു കാര്യം കുറേ നേരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യാം. എവിടെയൊക്കെ ഹാവ് ബീൻ എവിടെയൊക്കെ ഹാസ് ബീൻ യൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതായത് ഞാൻ, നീ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 2 മാസമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ 2 മാസം മുതലേ ജിമ്മിൽ പോകാൻ തുടങ്ങി, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് തുടങ്ങി നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഞാൻ 2 മാസമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ. അപ്പോൾ ഞാനാണ്, ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഐ എന്ന വാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ have been going to gym for 2 months. 2 മാസമായി. ആ കാലയളവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ for 2 months എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ 2 മാസമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഗോയിങ് ടു ദ ജിം for 2 months. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അവർ സെപ്റ്റംബർ മുതൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ സെപ്റ്റംബർ മുതൽ തയ്യാറെടുക്കാൻ തുടങ്ങി, ഇപ്പോഴും അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസസിലും നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് അല്ലേ. അപ്പോൾ ദേ ഹാവ് ബീൻ പ്രിപ്പയറിങ്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തയ്യാറെടുക്കുക എന്നുള്ളതിന് നമ്മൾ പ്രിപ്പയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് ബീൻ പ്രിപ്പയറിങ് ഫോർ ദ എക്സാം സിൻസ് സെപ്റ്റംബർ. അപ്പോൾ നേരത്തെ ഞാൻ for 2 months എന്നാണ് പറഞ്ഞത് അല്ലേ, 2 മാസമായി. പക്ഷേ സെപ്റ്റംബർ എന്ന് പറഞ്ഞപ്പോൾ സിൻസ് സെപ്റ്റംബർ എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലയളവ് കാണിക്കാൻ നമ്മൾ for ആണ് യൂസ് ചെയ്യുന്നത്. for 2 months, for 2 days അല്ലെങ്കിൽ for 3 months, for 3 years. പക്ഷേ ഇന്ന സമയം മുതൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെപ്റ്റംബർ മുതൽ അല്ലെങ്കിൽ സെപ്റ്റംബർ തൊട്ട് ആണ് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സിൻസ് സെപ്റ്റംബർ എന്ന് പറയണം. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അവൾ 2015 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പം ഇവിടെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. 2015 തുടങ്ങി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ കേസിൽ അവൾ, അവൻ, അത്, ഇത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ് ബീൻ. അപ്പൊ അവൾ 2015 മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ. അവൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മുതൽ? 2015 മുതൽ. സോ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015. ഒരു സമയം മുതൽ എന്ന് പറയുന്നത് കൊണ്ടാണ് സിൻസ് 2015 എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. രാഹുൽ 2 ആഴ്ചയായി ഇംഗ്ലീഷ് പഠിക്കുന്നു. രാഹുൽ 2 ആഴ്ചയായി ഇംഗ്ലീഷ് പഠിക്കുന്നു.
ഇവിടെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ രാഹുൽ ഒരാളേ ഉള്ളൂ. അപ്പൊ രാഹുൽ ഹാസ് ബീൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. രാഹുൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുൽ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. രാഹുൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായിട്ട്? 2 ആഴ്ചയായിട്ട്. ഇവിടെ ഒരു കാലയളവാണ് പറയുന്നത് അല്ലേ? ഇത്രയും സമയം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രാഹുൽ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 weeks എന്ന് പറയാം. കാലയളവ് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അപ്പൊ രാഹുൽ 2 ആഴ്ചയായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 weeks. ഇനി ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ബീൻ യൂസ് ചെയ്യാൻ പറ്റും. ഹാഡ് ബീൻ നമ്മൾ യൂസ് ചെയ്യും. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ വേറെ എന്തോ ഒരു സംഭവം നടന്നു, ആ കാര്യം ചെയ്യുന്നത് അങ്ങ് നിർത്തി. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ എത്തുമ്പോൾ ഞാൻ 2 മണിക്കൂറായി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവൻ എത്തുന്നത് വരെ ഞാൻ 2 മണിക്കൂറോളം TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എത്തിയപ്പോൾ ഞാൻ TV കാണുന്നത് നിർത്തി. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇനി നമുക്ക് ഐ ഹാഡ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചേ? അപ്പോൾ അവൻ എത്തി അല്ലേ? സോ ഐ ഹാഡ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours when he reached അല്ലെങ്കിൽ when he came. അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ, രാഹുൽ വിളിക്കുമ്പോൾ ഞാൻ അവനെ 2 മണിക്കൂറായി കാത്തിരിക്കുകയായിരുന്നു. അതായത് രാഹുൽ വിളിക്കുന്നത് വരെ അവനെ ഞാൻ 2 മണിക്കൂർ കാത്തിരിക്കുകയായിരുന്നു. രാഹുൽ വിളിച്ചപ്പോൾ ആ കാത്തിരിപ്പ് തീർന്നല്ലോ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ രാഹുൽ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഫോർ 2 hours when he called me. ഓക്കെ, അപ്പം നമ്മൾ ബീൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ വിസിറ്റഡ് അല്ലെങ്കിൽ ഗോൺ, സന്ദർശിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ളതിന് പകരം നമുക്ക് ബീൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യാം. അതേപോലെ കുറേ നേരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നത് നിർത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് ബീൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കോമെന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മളത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനത്തെ പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുവാനും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mithra. Thank you and have a great day. English Mithra. Stop worrying, start learning.